ഇതെന്താ കുട്ടിക്കളിയാണെന്ന വിചാരം? ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി മാത്രം എന്താ ഇവിടെ ഉണ്ടായേ? ഇവിടെ നടന്നോക്കെ നിങ്ങൾക്കും ഇവർക്കും ചെറിയ കാര്യമായിരിക്കും, പക്ഷെ എനിക്കും എന്റെ മോനും വലിയ കാര്യമാണ്. അവളെ എന്റെ മോന് വേണ്ട, അല്ലേടാ? അതുകൊണ്ട് തന്നെയാ ഞാൻ അഡ്വക്കേറ്റിനെ പോയി കണ്ടത്. ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവളുടെ ഭർത്താവായ ഇവനാ, അല്ലാതെ അവന്റെ അമ്മയല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്റെ തീരുമാനം എന്താണോ അത് തന്നെയാ എന്റെ മോന്റെ തീരുമാനം. ചന്ദ്രേ, ഇവന്റെ ജീവിതം കൊണ്ടാ നീ കളിക്കുന്നേ. നിന്റെ വാശിയും അജ്ഞതയൊക്കെ ഇവന്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കും. അത് നീ മനസ്സിലാക്കണം. എന്റെ മോന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ ആരും ഒന്നും പറയണ്ട. അമ്മ എന്തിനാ എന്നോട് പറയാതെ അഡ്വക്കേറ്റിനെ പോയി കണ്ടത്? എന്താടാ, എന്തിനാണെന്ന് നിനക്ക് ഇനി മനസ്സിലായില്ലേ? ഇത് കുറച്ച് കൂടി പോയമ്മേ. ഞാൻ അറിയാതെ ഇങ്ങനൊരു നീക്കം നടത്തരുതായിരുന്നു. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ഡിവോഴ്സ് നോട്ടീസ് അയച്ച ഉടനെ അവൾ എന്റെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ഒഴിഞ്ഞു പോകുന്നു. ഈ വിഷയം ഇനി വലുതാക്കരുത്, കുത്തി പുണ്ണാക്കരുത്. വേദന അനുഭവിക്കേണ്ടത് ഈ ഞാൻ മാത്രമാ. മോനെ, പ്ലീസ് അമ്മേ, ഞാൻ വേണമെങ്കിൽ അമ്മയുടെ കാല് പിടിക്കാം. എന്നെ ഉപദ്രവിക്കരുത് ഇനി, പ്ലീസ്. മണ്ടിയാണോ നീ? ശ്രുതിയെ ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം, അല്ലാതെ നീ വിചാരിച്ചിട്ട് കാര്യമില്ല. നീ നോക്കിക്കോ, ഒരിക്കലും അവൻ അവളെ ഡിവോഴ്സ് ചെയ്യില്ല. ഇങ്ങനെ പോയാലേ നീ തലയെ കൊണ്ടു നടക്കുന്ന നിന്റെ മോൻ തന്നെ നിന്നെ താഴെയിടും. അതിന് നീ ഇടവരത്തരുത്. അവനെ കൊണ്ട് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കും. വേറെ പെണ്ണിനെ കൊണ്ട് കിട്ടിക്കുകയും ചെയ്യും. ഇപ്പോഴും അവന്റെ മനസ്സിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക കള്ളി. അവളെ എന്നേക്കുമായി അവനീന്ന് അകറ്റണം. അവന്റെ മനസ്സിൽ അവൾ ഉണ്ടാകരുത്. ഒരു വഴിയുണ്ട്. പോട്ടെ സർ, 1 മിനിറ്റ്. സർ ക്ഷമിക്കണം, എനിക്ക് സീൻ ഡബ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചെയ്യില്ല. ഡബ് ചെയ്യാൻ പറ്റില്ലെന്നോ? എന്താ പ്രശ്നം? അന്ന് ഡെലിവറി സീൻ ഡബ് ചെയ്തതിനു ശേഷം ഞാൻ പറഞ്ഞതാ, ഇനി ഇങ്ങനെയുള്ള സീൻസ് ഒന്നും ഞാൻ ചെയ്യില്ല എന്ന്. സർ, വേറെ ആരെങ്കിലും കൂടെ ചെയ്യിക്കണം സർ. എടോ, താൻ ഡബ് ചെയ്യുന്ന ക്യാരക്ടർ അല്ലേ, വേറെ ആളെ കൊണ്ടൊക്കെ ചെയ്യിക്കണേ. അതൊന്നും പറ്റില്ല, പോയി ഡബ് ചെയ്. പ്ലീസ് സർ, എനിക്ക് ആ സീൻ കാണാൻ പോലും വയ്യ. എന്നെ കൊണ്ട് കഴിയില്ല. അന്ന് ചെയ്തിട്ട് കുറച്ചു ദിവസം ഞാൻ ഉറങ്ങിയത് കൂടിയില്ല. എന്താ വർഷം ഇങ്ങനെ? നാളെ രാവിലെ എടുക്കേണ്ട എപ്പിസോഡാ ഇത്. ഡബ് ചെയ്തേ പറ്റൂ. സർ പ്ലീസ്. ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവും. തന്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ്. സമയങ്ങളല്ലേ വർഷം കയറ്. വർഷ റെഡിയല്ലേ? റെഡി സർ. അയ്യോ അമ്മേ, എനിക്ക് വയ്യേ. അമ്മേ, എനിക്ക് വയ്യ. എനിക്ക് സഹിക്കാൻ വയ്യ. എനിക്ക് വേദനിക്കുന്നു അമ്മ. അടിപൊളി.
പക്ഷേ നിക്ക്. ശ്ശേ. വിളിച്ചെങ്കിൽ ഞാൻ കൂട്ടാൻ വരുമായിരുന്നല്ലോ. നീ എന്താ വിളിക്കാതിരുന്നേ? അല്ല, നീ ഇന്ന് കുറച്ച് ലേറ്റ് ആയാലോ. ചില ദിവസങ്ങളിൽ നീ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ? അതിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ എന്തോന്നും മിണ്ടാത്തത്? എന്തു പറ്റി നിനക്ക്? നീ എന്താ വല്ലാതിരിക്കുന്നേ? ഈ അമ്മമാരെ സമ്മതിക്കണം, തൊഴണം അവരെ. അമ്മമാര് സർവ്വം സഹായാണെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല. നിന്നെ പോലുള്ള ആണുങ്ങള് ഭാഗ്യവാന്മാരാ. അവർക്കൊന്നും അറിയണ്ടല്ലോ. പാവം പെണ്ണുങ്ങള് അവരാ കഷ്ടപ്പെടുന്ന, വേദന തിന്നാൻ വിധിക്കപ്പെട്ട പാവങ്ങള്. നീ എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ചു പറ. എന്നെ കൊണ്ട് ഡബ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ 100 തവണ ആ സാറിനോട് പറഞ്ഞതാ. പക്ഷെ വിട്ടില്ല. ഒടുക്ക എനിക്ക് ആ സീന് ഡബ് ചെയ്യേണ്ടി വന്നു. ആ സീൻ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നുമില്ല ശ്രീകാന്തേ. എന്താണ് സീൻ എന്ന് പറ. ഡെലിവറി സീൻ. ഞങ്ങളുടെ സീരിയലിലെ നായിക പ്രസവിച്ചു. ഓ, പ്രസവ വേദന കൊണ്ട് പൊളഞ്ഞുള്ള അവളുടെ അഭിനയം കാണണമായിരുന്നു. കരഞ്ഞു കരഞ്ഞ് എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. അഭിനയിക്കുമ്പോ ഇങ്ങനെയാണെങ്കിലേ ശരിക്കും പ്രസവിക്കുമ്പോ എത്രമാത്രം വേദന അനുഭവിക്കണം. അല്ല, ഈ പെണ്ണുങ്ങൾ എന്തിനാ ഇതിലൊക്കെ നിന്നു കൊടുക്കുന്നേ? ഇത്രയും വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? അതെ, അമ്മയാകാന്നുള്ളത് ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമല്ലേ വർഷ? അമ്മയാവാൻ ഇങ്ങനെ വേദന സഹിക്കണമെന്നൊന്നുമില്ല. വേറെ എന്തൊക്കെ വഴികൾ കിടക്കുന്നു? എല്ലാ പെണ്ണുങ്ങളും പ്രസവിക്കണമെന്ന് ഇവിടെ നിയമമൊന്നുമില്ല. എന്തായാലും എന്നെ കൊണ്ട് വേദന സഹിക്കാനൊന്നും പറ്റില്ല. ഞാൻ പ്രസവിക്കില്ല ശ്രീകാന്തേ. ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതാ ഞാൻ പ്രസവിക്കില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പേടിക്കാനും ഒന്നുമില്ല. ആ സീന് മനസ്സിൽ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് എന്തോ പോലെ ഒരു മൂഡ് ഔട്ട്. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളൂ അല്ലേ? അയ്യോ അയ്യോ ശ്രീകാന്തേ, നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, നിനക്ക് പ്രശ്നമില്ല, പേടിക്കാനൊന്നുമില്ലാന്ന് നീ ഉറപ്പിച്ച് പറയാൻ വരട്ടെ. ഉറപ്പിച്ച് പറയാം. ഞാൻ പ്രഗ്നന്റ് ഒന്നും അല്ലല്ലോ. ഞാൻ പിന്നെ എന്തിനു പേടിക്കണം? അല്ല, പ്രഗ്നന്റ് ആവാലോ. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഏയ്, ഒരു സാധ്യതയില്ല. ഉണ്ട്. നീ ഓർത്തു നോക്കിയേ. ഇപ്പൊ ഓർമ്മ വന്നോ? ഓ മൈ ഗോഡ്. അതെ, ഇനി ദൈവത്തെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കയ്യിന്ന് പോയി. ഞാനെങ്ങാനും പ്രഗ്നന്റ് ആയോ? ആയാ നീ ഒരു പൊന്നോമനെ പ്രസവിക്കും. നീ ഒരു അമ്മയാവും, ഞാനൊരു അച്ഛനാവും. അത്ര തന്നെ. ഏയ്, പ്രഗ്നന്റ് ഒന്നും ആവില്ല. നീ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ? അതെ അതെ, നീ ചുമ്മാ പറഞ്ഞതാ. നിന്റെ ആഗ്രഹം നോട്ടക്കില്ല മോനെ. ഇനിയേ നിന്നെ ഞാൻ എന്റെ 7 അയല തടിപ്പിക്കില്ല. കണ്ടോ? എന്റെ ആഗ്രഹം നടക്കും മോളെ. Cheers. അല്ല, ശ്രീ എന്താ വരാത്തത്? അവന്റെ ഭാര്യ അവനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അയ്യോ ഇല്ലേ, എന്നെ ആരും കെട്ടിയിട്ടിട്ടില്ലേ. അല്ല, ബിയർ സ്പോൺസർ ചെയ്തത് സുധിയേട്ടനല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി 10 പൈസ ചെലവാക്കണമെങ്കിൽ 100 പ്രാവശ്യം ആലോചിക്കണമായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്തോ? എടാ, അതാ ഞാനും ആലോചിക്കുന്നേ. വന്നിരുന്ന് കഴിക്കണം ഏട്ടാ. അതെ, ഇതൊക്കെ കുറച്ചുകൂടെ നേരത്തെ ആവായിരുന്നു കേട്ടോ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയൂ? ചോദിക്കും. എന്റെ ലൈഫ് ഇങ്ങനെ ആയതില്
നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഒറ്റ പീക്ക് വെച്ചൊന്നുണ്ടല്ലോ, വീരാണെന്ന് നോക്കില്ല. ആ ഏയ് സുധീട്ടാ, അതെ, ഒരു ഗ്ലാസ് ബിയർ പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ആളാ ഒരു ഫുൾ കുപ്പി അടിക്കാൻ നോക്കുന്നേ. ഇവിടെ മലന്ന് കിടക്കും കേട്ടല്ലേ. എടാ, എനിക്ക് തോന്നുന്നതേ പാർലടുത്തിയെ കൂട്ടിക്കൊണ്ട് വരാനുള്ള പ്ലാൻ ഉണ്ടെന്നാ. അതിന് നമ്മുടെ ഹെൽപ്പ് വേണമല്ലോ. നമ്മളെ സോപ്പിടാൻ വേണ്ടിയാ ഈ സെറ്റപ്പ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ആണോ സുധീട്ടാ? ഒന്ന് പോടാ അവിടുന്ന്. നമ്മൾ വിചാരിച്ചാലൊന്നും അതൊന്നും നടക്കില്ല. അതിന് അമ്മ തന്നെ വിചാരിക്കണം. അമ്മ വിചാരിക്കില്ലല്ലോ. അവളുടെ മേലുള്ള അമ്മയുടെ ദേഷ്യം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അല്ല, ശ്രുതിയെടുത്ത് കൂടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം ശ്രുതിയേട്ടന് മൊത്തത്തിലുണ്ട്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഏട്ടൻ പോയി കൂട്ടിക്കൊണ്ടു പോവാ. അതിന് അവളെ കാണരുത്, അവളോട് ഫോണിൽ പോലും സംസാരിക്കരുതെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമ്മയെ ധിക്കരിച്ചിട്ട് ഞാൻ എങ്ങനെയാ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരുന്നത്? ആ, കൂട്ടിക്കൊണ്ട് വന്നാ അമ്മ നിന്നെയും കൊല്ലും അവളെയും കൊല്ലും, അത് ഉറപ്പാ. ഏയ്, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷെ എനിക്ക് എന്റെ അമ്മയെ നഷ്ടമാവും. എന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും. പിന്നെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ കണ്ടെന്ന് വരില്ല. ആ, അമ്മ ഏതാണ്ടൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്റെ സുധിയേട്ടാ, എത്ര നാളിങ്ങനെ അമ്മയുടെ വാക്കും കേട്ടോണ്ട് നിൽക്കും? എനിക്ക് അറിയില്ലടാ. രണ്ടുപേരും കൂടി എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്ത് ഭാര്യ, വേറൊരു ഭാഗത്ത് നമ്മുടെ അമ്മ. ജീവിതം ഒരു പോരാട്ടമാണെന്ന് മഹാകവി പറഞ്ഞത് വെറുതെ ഒന്നും അല്ലടാ. ഈ ഒരു പ്രശ്നം നിനക്ക് മാത്രമല്ല, ലോകത്തുള്ള മിക്ക ആണുങ്ങൾക്കും ഉണ്ട്. അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങാണ് അവര്. അമ്മയുടെ കൂടെ നിൽക്കണോ അല്ല ഭാര്യയുടെ കൂടെ നിൽക്കണോ, ആകെ കൺഫ്യൂഷനില്ല. ആ, നിനക്കൊക്കെ അങ്ങനെ പറയാം. നിനക്കൊന്നും ആ പ്രശ്നമില്ലല്ലോ. നിനക്ക് അല്ലെങ്കിലും അമ്മയെ ഇഷ്ടമല്ലല്ലോ. നീ എന്ന് നിന്റെ ഭാര്യയുടെ കൂടെ അല്ലേ നിൽക്കാറ്? ആരാ പറഞ്ഞത് എനിക്ക് അമ്മയെ ഇഷ്ടമല്ലെന്ന്? എനിക്ക് അമ്മയും ഇഷ്ടമാണ്, എൻ്റെ ഭാര്യയും ഇഷ്ടമാണ്. ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ ഞാൻ നിൽക്കും. ഓ, ശരി, എങ്കിൽ പറ, ഇവിടെ ന്യായം ആരുടെ ഭാഗത്താണ്? അമ്മയുടെ ഭാഗത്തോ അതോ എന്റെ ഭാര്യയുടെ ഭാഗത്തോ? അല്ല, ഇതൊക്കെ ഞങ്ങളോടാണോ ചോദിക്കുന്നത്? സുധിയേട്ടൻ തന്നെ ആലോചിക്കേ. എന്നാ ഞാൻ പറയട്ടെ, രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമില്ല. അപ്പൊ കൂടുതൽ ചിന്തിച്ച രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായം ഉണ്ട് താനും. പക്ഷേ അവള് എന്നെ ചതിച്ചു. അവള് കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചു. അവളെ എന്താ വേണ്ടെന്ന് അറിയാമോ? സച്ചേട്ടാ, ഫിറ്റായ? എടാ എന്റെ അമ്മയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യം മാറുന്നില്ലല്ലോ. ഇത് രണ്ടു ഇവൻ തന്നെയാണല്ലോ പറയുന്നത്. അല്ല, സുധിയേട്ടന് അമ്മയും വേണം ഭാര്യയും വേണം, അതാണ് കാര്യം. എടാ, നമ്മുടെ അമ്മ ഇന്ന് വക്കീലിനെ കണ്ടു. ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യണോന്ന്. അമ്മ ഇത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മ കാണിച്ചത് തെറ്റല്ലേ? നിങ്ങൾ പറ. അമ്മ കുറ്റം പറയുന്ന? അവളെന്നെ ചതിക്കുകയൊക്കെ ചെയ്തു, അത് ശരിയാ. എന്നോട് കള്ളവും പറഞ്ഞു. അപ്പോ അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഞാൻ എങ്ങനെ അവളുടെ കൂടെ ജീവിക്കും? അതുകൊണ്ട് അമ്മ പറയുന്നത് പോലെ ഡിവോഴ്സ് ചെയ്യുന്ന തന്നെയാ നല്ലത്. പറയുന്നതിൽ എന്തേലും ഒരു അടിസ്ഥാനം വേണം. ഇതുപോലെ നിലപാടില്ലാത്ത ഒരു സാധനം. വന്നേ, നമുക്ക് പോവാം. പിന്നെ അല്ലാണ്ട് അല്ല, ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങൾ ഇതും കൂടെ കേട്ടിട്ട് പോ. നിങ്ങൾ ഈ കുടിക്കുന്ന 2 ബിയറും ഞാൻ വാങ്ങിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇന്ന് നിങ്ങൾ 2 പേർക്കും ഉറക്കമില്ലാത്ത രാത്രിയാ. നേരെ വെളുക്കുന്നത് വരെ നിങ്ങൾ 2 പേരും ഇവിടെ എന്റെ കൂടെ വേണം. ഒന്ന് പോടാറുന്നു. നീ തനിച്ചങ്ങോട്ട് ഇരുന്നാ മതി. ഇനി മേലി പരിപാടിക്ക് ഞങ്ങൾ വിളിക്കരുത്. അല്ല, എനിക്ക് വേണ്ട സച്ചി. കണ്ടില്ലേ, ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും ഈ വീട്ടിൽ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക. സുധി ഒറ്റയ്ക്ക. എന്താ ശ്രുതി? പറയാന്നേ. എന്താ പറയാനുള്ളത്? ഞാനേ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ.
താങ്ക്സ് ആന്റി. എന്തിനാ താങ്ക്സ് ഒക്കെ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഇൻഫർമേഷൻ തന്നില്ലേ, അതിനാ താങ്ക്സ്. ഞാൻ സുധിയെ പോയി കണ്ടിരുന്നു. ആന്റിയുടെ കൂടെ സുധി അഡ്വക്കേറ്റിനെ കാണാനൊന്നും പോയിട്ടില്ല. ആന്റി പോയത് സുധി അറിഞ്ഞിട്ട് പോലുമില്ല. സുധി അറിയാതെയാ ആന്റിയുടെ നീക്കങ്ങളൊക്കെ. സുധിയുടെ സമ്മതമില്ലാതെ എങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അയക്കും? അതെ, അഡ്വക്കേറ്റ് എന്താ ആന്റിയോട് പറഞ്ഞെന്നറിയാമോ? എങ്ങനെയായിരിക്കും അവർ നീങ്ങ? അതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ചന്ദ്ര എന്നോട് പറഞ്ഞ അത് ഞാൻ നിന്നെ വിളിച്ച് പറയാം. നീ ചെല്ല്. നീ ഇവിടെ വരാറുണ്ടെന്ന് അവൾ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ തീർന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. അയ്യോ, ദേ ചന്ദ്ര. അയ്യോ, ദേ ചന്ദ്ര വരുന്നു. അവള് നിന്നെ കണ്ട പ്രശ്നമാവും. ഒരു കാര്യം ചെയ്, നീ റൂമിൽ പോയിരിക്കെ. പെട്ടെന്ന് പോ. വാ, എഴുന്നേക്ക്, പോ. എന്താ ചന്ദ്രേ? നീ ശ്രുതിയെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ അവളെ കാണാനിരിക്കുമായിരുന്നു. എന്തിന്? രണ്ടെണ്ണം പൊട്ടിക്കാൻ. നീ അഭിനയിക്കല്ലേ? ഞാൻ വക്കീലിനെ കണ്ട കാര്യം നീയല്ലേ അവളോട് പറഞ്ഞത്? ഞാനോ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല, വിളിച്ചിട്ടുമില്ല. സത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ അവളോട് പറഞ്ഞെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ ഊഹിച്ചതാ. വക്കീലിനെ കണ്ട കാര്യം അവള് സുധിയോട് വന്ന് ചോദിച്ചിരുന്നു. ഞാൻ വക്കീലിനെ കണ്ട കാര്യം നിനക്ക് മാത്രമേ അറിയൂ. അപ്പോ അവളോട് നീ അല്ലാതെ മറ്റാരാ പറയാ? സത്യം പറ, നീ 2 തോണിയിൽ കാല് വെക്കുന്നുണ്ടോ? സത്യം പറ, നീ 2 തോണിയിൽ കാല് വെക്കുന്നുണ്ടോ? ഏയ് ചന്ദ്ര, ഞാൻ അങ്ങനെ പറയോ? നിന്നേക്കാൾ വലുതാണോ എനിക്ക് അവള്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആ അഡ്വക്കേറ്റ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവളുടെ ചെവിയിലെത്തിയതാവാം. എന്നാലും അതിന് സാധ്യതയുണ്ടോ? അതിനേ സാധ്യതയുള്ളൂ. എന്നാലും നീ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ചന്ദ്രേ? എനിക്കങ്ങ് വിഷമമായി. സാരമില്ല, നീ അത് വിട്. ആ വക്കീലിനെ ഞാൻ വെച്ചിട്ടുണ്ട്. ആ അല്ല, വക്കീലിനെ കണ്ട കാര്യം എന്തായി? പറയാം. സുധിയുടെ സമ്മതമില്ലാതെ ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ പറ്റില്ലെന്നാ വക്കീൽ എന്നോട് പറഞ്ഞത്. സുധി സമ്മതിക്കുന്ന ലക്ഷണവും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അവനെ കൊണ്ട് സമ്മതിപ്പിച്ചേ പറ്റൂ. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? പറയാം. നമുക്കേ മുറിയിലിരുന്ന് സംസാരിക്കാം. മഴക്കാലമാണെങ്കിലും ചൂടിന് ഒരു കുറവുമില്ല. മുറിയിൽ AC ഉണ്ടല്ലോ, നീ വാ. ചന്ദ്രേ, നിക്ക്. എന്താ? എടി, AC കേടായിട്ടിരിക്കുക, അത് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം. നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ ഇരിക്ക്, വാ. എന്നിട്ട് ബാക്കി പറ. നീയേ ഒരു സ്വാമിജിയെ കുറിച്ച് പറയാറില്ലേ? എന്താ അയാളുടെ പേര്? സ്വാമി ധർമ്മജാനിതൻ. നമുക്കേ അദ്ദേഹത്തെ ഒന്ന് പോയി കാണണം. എന്തിന്? സുധിയും ശ്രുതിയും തമ്മിലേ പിരിക്കണം. ഇപ്പൊ അവര് പിരിഞ്ഞിരിക്കുവാണല്ലോ. അതുകൊണ്ട് മാത്രം കാര്യമില്ല, അവരെ എന്നേക്കുമായിട്ട് പിരിക്കണം. എന്റെ മോന്റെ ജീവിതത്തില് ആ പാർലറുകാരി ഇനി ഉണ്ടാവാൻ പാടില്ല. അവളിപ്പോ അവന്റെ പുറകെ തന്നെയുണ്ട്.
അവന്റെ മനസ്സ് മാറ്റി അവൾ അവനെ കൊണ്ട് പോകുന്നുള്ള പേടി എനിക്കുണ്ട്. അതിനു മുന്നേ രണ്ടിനെ രണ്ട് വഴിക്കാക്കണം. ഭാര്യയും ഭർത്താവിനെയും പിരിക്കുന്നൊരു ഏലസ് ആ സ്വാമി പൂജിച്ചു കൊടുക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് വാങ്ങി എന്റെ മോന്റെ കയ്യിൽ കെട്ടിക്കൊടുത്താ അവള് അവനിൽ നിന്ന് അകന്നു പോകും. അവനവളെ എന്നേക്കുമായിട്ട് ഒഴിവാക്കും. അവന്റെ സമ്മതത്തോടെ തന്നെ ഡിവോഴ്സ് നടക്കും. എന്റെ മോനെ കൊണ്ട് ഒരു പണക്കാരിയെ ഞാൻ കെട്ടിക്കും. ഓ മഹാപാപി. ഇതൊക്കെ വേണോ ചന്ദ്രേ? വേണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി ആ സ്വാമിയെ കണ്ട് ഏലസ് വാങ്ങിയിട്ട് വരാം. വർഷ അമ്മയാകുന്നത് ആഘോഷമാക്കി ചന്ദ്രോദയം. ഇനി നിന്നെ ഞങ്ങള് തറയിൽ നിർത്തില്ല, തലയിൽ കൊണ്ട് നടക്കും. ഭയന്നു വിറച്ച് വർഷ. എനിക്ക് വയ്യ, എനിക്കിങ്ങനെ വേദന ഒന്നും സഹിക്കാൻ പറ്റില്ല. ചെമ്പനീർ പൂവ് ദിവസവും രാത്രി 7:30.